കാനഡ, ബ്രിട്ടൻ, റഷ്യ എന്നിങ്ങനെയുള്ള 31 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരുടെ ഫലസ്തീൻ സന്ദർശനത്തിനിടെ ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ എംബസിയുടെ 2 ഉദ്യോഗസ്ഥർ അമേരിക്കയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഫലസ്തീൻ അനുകൂലികളാണ് ഇവരെ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ഇസ്രായേലിൻ്റെ ബോംബ് മഴ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 31 രാജ്യത്തെ നയതന്ത്ര പ്രതിനിധികൾ ഫലസ്തീൻ സന്ദർശിക്കുമ്പോഴാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇസ്രായേൽ പറഞ്ഞത് ഈ നയതന്ത്ര പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ ഇത് ദുരൂഹമാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. US തലസ്ഥാനമായിട്ടുള്ള വാഷിംഗ്ടൺ DC ഇസ്രായേൽ എംബസിയിൽ നടന്ന 2 ജീവനക്കാർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ 31 രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വെടിവെച്ചതായി ഇസ്രായേലിനെതിരെയും ആരോപണമുണ്ട്. അവരെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് അവർ ഇവിടെ ആവശ്യമില്ലെന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ വെടിവെച്ചത്. ലഭിച്ച വിവരമനുസരിച്ച് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു പ്രദേശമായ ജനിനിൽ മൊത്തം 25 നയതന്ത്രജ്ഞർ എത്തിയപ്പോഴാണ് ആക്രമണം നടന്നത്. ഇതിനിടയിൽ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു. ഈ വെടിവെപ്പ് നിലവിൽ അപലപിക്കപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി ദൃശ്യങ്ങളാണ് ഇതിൻ്റെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ നയതന്ത്രജ്ഞർ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാം. അതേസമയം അവരുടെ അടുത്ത് വെടിവെപ്പും നടക്കുന്നുണ്ട്. ഇതുമൂലം നയതന്ത്രജ്ഞർ ഭയപ്പെടുകയും അഭയം തേടി ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ നയതന്ത്രജ്ഞരിൽ 31 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉൾപ്പെടുന്നത്. അവരിൽ പലരും അംബാസഡർമാരാണ്, ചിലർ എംബസി ജീവനക്കാരാണ്. ഈ രാജ്യങ്ങളിൽ ഇറ്റലി, കാനഡ, ഈജിപ്ത്, ചൈന, റഷ്യ, ജോർദാൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. നിരവധി ശക്തമായ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊല്ലുന്ന ഈ മുന്നറിയിപ്പ് നടപടി ആഗോളതലത്തിൽ അപലപിക്കപ്പെടുകയാണ് ഇപ്പോൾ. എന്തായാലും ഇസ്രായേൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല വെടിവെച്ചത് എന്ന് പറയുമ്പോഴും ദുരൂഹത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.